പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ആമേൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അച്ഛന്മാരും മാർപ്പാപ്പന്മാരും അവർ നയിക്കുന്ന ജനവും വിഗ്രഹാരാധനയെ വിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടാണ് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. വിഗ്രഹത്തിന്റെ മുൻപിൽ അർപ്പിക്കുന്ന അപ്പവും വീഞ്ഞാണ് അവർ ഭക്ഷിക്കുന്നത്. വിഗ്രഹാർപ്പിത വസ്തുക്കൾ കഴിക്കരുതെന്ന് കർത്താവ് ബൈബിളിൽ കൽപ്പന കൊടുത്തിരിക്കുന്നു. വിഗ്രഹത്തെ ആരാധിക്കരുതെന്നും അവയെ നമസ്കരിക്കരുതെന്നും അവയെ സേവിക്കരുതെന്നും കർത്താവ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. എന്നിട്ടും അച്ഛന്മാരും മാർപ്പാപ്പന്മാരും അവർ നയിക്കുന്ന ജനവും വിഗ്രഹത്തെ ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു, അവരെ സേവിക്കുന്നു. ആയതിനാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനത്തെ തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പറച്ചിലില്ല. ആമേൻ. ആയതിനാൽ അച്ഛന്മാരും മാർപ്പാപ്പന്മാരും അവർ നയിക്കുന്ന ജനവും വിഗ്രഹാരാധനയെ വിട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല, അഥവാ കേറ്റത്തില്ല എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിഗ്രഹാരാധന ഒരു പൈശാചികമായ പ്രവൃത്തിയാണ്, ബന്ധനമാണ്. അതിനെ അഴിപ്പാൻ നിങ്ങൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് സാധ്യമാക്കി തരും. ആമേൻ. ആ പൈശാചിക ബന്ധനത്തിൽ നിന്നും വിടുവിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിഗ്രഹാരാധന എന്ന പൈശാചിക ബന്ധനത്തിൽ നിന്നും എന്നെ വിടുവിക്കണേ എന്ന്, എൻ്റെ കുടുംബത്തെ തലമുറയെ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അതിൽ നിന്നും വിടുവിക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.